സിനിമാ സീരിയൽ താരം ദിലീപ് ശങ്കറിന്റെ മരണത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമാ സീരിയൽ ലോകം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു ഹോട്ടൽ മുറിയിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കവും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണത്തിന് പിന്നാലെ നടനെക്കുറിച്ചുള്ള ഒരു കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് അവതാരകയും നടൻ ശരണിന്റെ ഭാര്യയുമായ റാണി ശരൺ. മരിക്കുന്നതിന് മുൻപുള്ള ദിവസങ്ങളിൽ നടൻ തന്നെ വിളിച്ചിരുന്നുവെന്നും എന്നാൽ ആ കോൾ തനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്നും നടി ഫേസ്ബുക്കിൽ കുറിച്ചു. റാണി ശരൺ പങ്കുവച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: മോളെ, നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ ദിലേബട്ട, ഞാനിപ്പോ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോൾ കട്ടായിരുന്നു. ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത്. ഇടവേളകളിട്ട പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ. അപ്പോ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടു. തിരിച്ചു വിളിക്കുമ്പോൾ നമ്പർ ബിസി പറയുന്നു. ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിച്ചോളൂ, സംസാരിക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് വീണ്ടും ഒരു മിസ് കോൾ വന്നു. തിരിച്ചു വിളിക്കുമ്പോൾ വീണ്ടും നമ്പർ ബിസി. തിരിച്ചു വിളിച്ചോളാം എന്ന ഉറപ്പിൽ ഞാനും ഇരുന്നു. അതാണല്ലോ പതിവ്. അന്ന് 26-ാം തീയതി രാവിലെ മഞ്ചേരി മലബാർ ഗോൾഡൻ ജംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ദിലീപേട്ടന്റെ കോൾ വന്നത്. ഫോൺ സൈലന്റ് ആക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ, ദിലീപ് അങ്കിൾ വിളിച്ചിരുന്നു എന്നവൾ പറഞ്ഞു. കുറെ കാലത്തിന് ശേഷമുള്ള വിളിയാണ്, കുറച്ചധികം പറയാനുണ്ടാകും. അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാമെന്നുറപ്പിച്ചു. വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ. കോൾ എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ് ജംഗ്ഷനിൽ ആയതുകൊണ്ടാണെന്നും എടുക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും തിരക്കിലാണെന്ന് കരുതിയാണ് തോന്നും കട്ട് ചെയ്തത്. ഇന്ന് അബിൻ വിളിച്ച്, അമ്മ, ഒരു കാര്യം പറയാനുണ്ട്, സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖവരിയോടെ പറയുന്നത് വരെ ആ വിളിക്കായി ഈ കുഞ്ഞനിയത്തി കാത്തിരുന്നു. പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ. ഇന്ന് കേട്ടത് അതെനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ പഠിക്കുന്നുണ്ട് ഞാൻ. നീ എന്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ എന്നും മോൾക്ക് ഇഷ്ടമാണ് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട്. ചേച്ചി, കുട്ടികൾ, സിനിമ, സ്വപ്നങ്ങളൊക്കെ ഇവിടെയല്ലേ ദിലീപേട്ട? പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങൾ ചിലരും. റാണി ശരൺ കുറിച്ചു.